നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നോക്കൂ, ഒരു മനുഷ്യൻ കരഞ്ഞാലും വിധിക്കും, കരഞ്ഞില്ലെങ്കിലും ആൾക്കാർ വിധിക്കും. കാരണം വെച്ചാൽ ആൾക്കാർക്ക് സത്യം അറിയാനല്ല, വിധി പറയാനാണ് കൂടുതൽ താല്പര്യം. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വീണ്ടും സലീം കുമാറിൻ്റെ മരണവും മരണാനന്തര ചടങ്ങുകൾ റിലേറ്റഡ് ആയിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. നിങ്ങളൊരു പക്ഷേ ചിലപ്പോൾ പകലിൽ നിന്ന് പല ആൾക്കാരും സംസാരിച്ചതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ലേറ്റ് ആയാലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ പറയണമെന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു സംഭവം പറയാം. ഒരു നാട്ടിലൊരാൾ മരണപ്പെടുന്നു. 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്, അത്യാവശ്യം പ്രായമൊക്കെ ആയിട്ടുള്ള 2 മക്കൾ. അപ്പോൾ ഇയാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു മകൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് കരയുക, അലറിയിട്ട് അച്ഛാന്ന് വിളിച്ചവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മകൻ. 2ാമത്തെ മകനാണെങ്കിൽ ഒരു കരച്ചിലുമില്ല, ഒന്നുമില്ല, പുറത്ത് സിറ്റ് ഔട്ടിൽ ആ ഒരു തൂണിലും ചാരിയിട്ട് ഒരിറ്റ് കണ്ണുനീര് പോലും കണ്ണിന്ന് വരാതെ ഇവൻ ഇങ്ങനെ ഇരിക്കുക, ഒന്നും ഉണ്ടാതെ. ഒരുപാട് പേര് അവിടെ വന്നു പോകുന്നു. അപ്പോൾ ഈ വന്നു പോകുന്ന ആൾക്കാർ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല നോക്കുന്നത്. ഇവർ നോക്കുന്നത് കുടുംബക്കാരെ ഏത് രീതിയിലാണ്, അതായത് ഈ അച്ഛൻ്റെ മക്കൾ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു മകൻ ഇരുന്ന് കരയാണ്, തലമുറയിട്ട് കരയുന്നു. 2ാമത്തവൻ ആകെ ഇരിക്കുന്നുണ്ട്, ഒരു കണ്ണുനീര് പോലും വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കരയുന്ന മകനെ നോക്കിയിട്ട് പറഞ്ഞു, ആയ കാലത്ത് ആ തന്തേനെ നോക്കിയില്ല, ഇനിയിപ്പോൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉറക്കെ കരഞ്ഞാൽ മതിയല്ലോ ആൾക്കാരെ കാണിക്കാനായിട്ട്, വെറുതെ പ്രഹസനം കാണിക്കല്ലാതെ. ഒരു മകനെ പറ്റിയിട്ട് 2ാമത്തെ മകൻ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക. കണ്ടോ, യാതൊരു വിഷമമില്ല അവനെ കണ്ണുന്നൊരു തുള്ളി കണ്ണീര് പോലും വീഴുന്നില്ല. അവന് ഒരു വിഷമമില്ല. അയാൾ മരിച്ചിട്ട് മരിക്കാൻ കാത്തിക്കാൻ തോന്നുന്നുണ്ട്. ഇനി ജോലി അടിച്ച് നടക്കാലോ, ഇനി അവനെ സ്വന്തം ഇഷ്ടമാരി നടക്കാലോ, ഇനി ആരും ബാധ്യത ഇല്ലല്ലോ. ഇതാണ് അവിടെ കൂടിയിട്ടുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ കരയുന്ന മോനുണ്ടല്ലോ, അച്ഛനായിട്ട് കുറച്ച് അകൽച്ചയിലായിരുന്നു. പക്ഷെ എന്നാലും അവന് അത്രയ്ക്ക് സ്നേഹമായിരുന്നു അച്ഛനെ, പല കാരണങ്ങൾ കൊണ്ടും. അത് അച്ഛൻ്റെ തന്നെ കാരണങ്ങൾ കൊണ്ട് തന്നെ അവൻ അവസാന നിമിഷങ്ങളിൽ ആ അച്ഛനോട് ആ സ്നേഹം പ്രകടിപ്പിക്കാനോ ആ രീതിയിൽ ചെയ്യാനോ അവന് പറ്റിയില്ല. അതിൻ്റെ വിഷമത്തിലാണ് ആ മകൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ കേസിൽ ഇയാൾ മരിക്കുന്നതിൻ്റെ അവസാനം ഹോസ്പിറ്റൽ പരിപാടികളും കാര്യങ്ങളുമായിട്ട് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എല്ലാം കൂടി ആയിട്ട് ഹോസ്പിറ്റലിൽ മാറിയിട്ടും ഒരുപാട് അലഞ്ഞതാണ് ഈ മറ്റേ മകൻ. അപ്പോൾ അവൻ അങ്ങനെ കണ്ട് കരഞ്ഞവൻ മരവിച്ചിട്ടുള്ള അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ കണ്ണുനീര് പോലും വരാത്തത്. പക്ഷേ ആൾക്കാരെന്താ ചെയ്യുന്നത്, ഇവരുടെ മനസ്സിലുള്ള ഈ അവസ്ഥ എന്താണ് ഇവരുടെ അവസ്ഥ എന്നറിയാനോ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വിധിക്കാനല്ല ആൾക്കാർ അവരുടെ സ്ഥിരം രീതിയിലുള്ള വിധി അങ്ങോട്ട് പാസ്സാക്കാൻ. ഇതിൻ്റെ വേറൊരു വേർഷനാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഈ ചെറിയ സ്ക്രീനിലൂടെ കാണിക്കുന്ന ഒരു 8 സെക്കൻഡ് 10 സെക്കൻഡ് റീല് കണ്ടിട്ട് ആൾക്കാരെ വിലയിരുത്തുന്നു. അയാളുടെ അവസ്ഥ എന്താ, അയാൾ എന്ത് രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്, അയാൾ അവിടെ വന്നത് എന്ത് അവസ്ഥയിലാണ്, വരുന്നതിന് മുന്നേ അയാളുടെ കഥ എന്താണ്, ഇവർ തമ്മിൽ ബന്ധം എന്താണ്, ഇതൊന്നും ആൾക്കാർക്ക് അറിയേണ്ട ഒരാവശ്യമില്ല. ഞാനൊന്ന് പറഞ്ഞു വരുന്നത് 2 വിഷയം കണ്ടു. അതായത് ഒന്ന് ടിനി ടോമും, 2ാമത് ജയറാമും. ടിനി ടോമിൻ്റെ വിഷയം എന്താ വെച്ചാൽ, ടിനി ടോം കരയാണ്, തേങ്ങി കരയും, ഉറക്കെ കരയുന്നൊരു ടിനി ടോം. കണ്ണ് പൊത്തിയിട്ട് ടിനി ടോം കരയുന്നു, മുഖം പൊത്തിയിട്ട് ടിനി ടോം കരയുന്നൊരു സീൻ. സാറ്റുകളിൽ നിർത്താനായില്ല എന്നാണ് കമൻസ്. അതായത് കണ്ണടച്ചിട്ട് 1 2 3 4 എണ്ണ സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ടിനി ടോമിൻ്റെ സാറ്റുകളിൽ നിർത്താനായില്ലേ, എണ്ണി തീർന്നില്ലേ ഇരിക്കുന്നു. ജയറാം പിന്നെ എന്താ വെച്ചാൽ കുനിഞ്ഞ് വളഞ്ഞ് ഒടിഞ്ഞ് നിലം മുട്ടി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കാരണം ജയറാം വളരെ വിനീതനായിട്ടാണ്, വളരെ കൈയൊക്കെ കെട്ടിയിട്ട് ആ ഒരു ഇതിലാണ് ജയറാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ആണല്ലോ കോടതി, മറ്റുള്ള നീയാണല്ലോ കോടതി. അപ്പോൾ കോടതി വിധിക്കുകയാണ്. ഇവരുടെ പേരിൻ്റെ മുന്നേ ആക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആയതുകൊണ്ട് 2 പേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. 2 പേരും അടിപൊളി അഭിനയം കാഴ്ചവെച്ചിട്ട്, 2ആളും അടിപൊളി ആക്ടേഴ്സാണ്. ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. കാരണം ഇവരിഞ്ഞിപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് കാണിച്ചാലും ആൾക്കാർ വിശ്വസിക്കില്ല, കാരണം ഇവർക്ക് അഭിനയിക്കാൻ അറിയാലോ. ഇതാണ് ഇന്ന് ആൾക്കാർ പറയുന്നത്. ഈ ഒരു വിഷയമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ കേരള പോലീസിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള അവരുടെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് 24 ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ നോക്കിയ സമയത്ത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആയിട്ടൊന്നും കണ്ടില്ല. ഇതുപോലത്തെ ചടങ്ങുകളിൽ ക്യാമറയും പൊക്കി പിടിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അവറാച്ച എന്നുള്ള ഒരു സാമ്പിൾ അവർ 1-2 കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കേരള പോലീസിൻ്റെ കാര്യം നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ജയറാമിൻ്റെയും പിന്നെ ഈ ടിനി ടോമിൻ്റെ വിഷയത്തിലേക്ക് വരാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, 1-2 കാര്യം കൂടി പറയാനുണ്ട്.
ചില വ്യക്തികൾ വളരെ ചിരിച്ച് പുഞ്ചിരിച്ച് ഇതിലൊക്കെ നടക്കുന്നത് കണ്ടു. അവരൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവരൊന്നും ഫ്യൂണറൽ ചടങ്ങിനോ അല്ലെങ്കിൽ ആ ഭൗതിക ശരീരം അല്ലെങ്കിൽ ആ മനുഷ്യനെ അവസാനമായിട്ടൊന്ന് കാണാനോ വന്നതല്ല. ബിക്കോസ് ദേ ആർ മോർ കീൻ ഇൻ ലുക്കിംഗ് അറ്റ് പീപ്പിൾ. അതായത് ദിലീപിനെ നോക്കി ചിരിക്കുന്നു, ബാക്കി നോക്കി ചിരിക്കുന്നു. ഞാൻ ആരെ പറ്റിയാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായോ? യെസ്, റിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെ എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ആരൊക്കെ നോക്കി ചിരിക്കണം, ആരൊക്കെ അവിടെ ഉള്ളത്, ആരൊക്കെ വരുന്നുണ്ട്, ഒരാളെ പോലും മിസ്സാക്കാതെ എല്ലാവരും ഇളിച്ച് ഇത് ചെയ്യണം. സ്ഥലകാല ബോധം എന്ന് പറഞ്ഞ സാധനം പഞ്ചായത്തിലില്ല. ഈ ഒരു അവസ്ഥയിലാണ് അവിടെ പെരുമാറുന്നത്. ചില ആൾക്കാർ ജയസൂര്യ വരുന്ന സമയത്ത് കൈ കൊടുക്കുന്നു, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ അവർ പരിചയമുള്ളവരാണെന്നുള്ള അറിയില്ല. പല പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരൊന്നും വന്നിരിക്കുന്നത് ഈ ഇതുപോലെ സെലിബ്രിറ്റീസിൻ്റെ അവിടെയൊക്കെ ഇങ്ങനത്തെ എന്ത് വിഷമങ്ങളാണ്. അവരൊക്കെ മനുഷ്യന്മാരാണല്ലോ. ഇപ്പോൾ സെലിബ്രിറ്റീസാണെന്ന് വിചാരിച്ചവർക്ക് പ്രത്യേകമൊന്നുമില്ല. മനുഷ്യനാണ്. മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കുന്ന സമയത്ത് എന്താണ് ആ കുടുംബത്തിൻ്റെത്? അവർ ആഗ്രഹിക്കുന്ന തുള്ളി പ്രൈവസിയാണ്. അവരും മനുഷ്യരാണ്. അവരുടെ ഉറ്റപ്പെട്ടുള്ള ആൾ മരിച്ചു കിടക്കുകയാണ്. ഈ അതൊരു മരണവീടാണ്, അടിസ്ഥാനപരമായിട്ട് ഒരു മരണവീടാണ് എന്നുള്ള ആ ഒരു ഔചിത്യബോധം പോലും ഇല്ലാതെ അവിടെ വരുന്ന സെലിബ്രിറ്റീസിനെ കണ്ടിട്ട് ഇവരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവർക്കൊക്കെ വേണ്ട എന്താ വെച്ചാൽ ഒരാൾ പോലും കണ്ണുകൊണ്ട് ആരും കാണുന്നില്ല. ഇവരാരും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരുടെ കയ്യിലും ഫോണാണ്, ഇതിനുള്ളിൽ കൂടിയേ കാണുള്ളൂ. നേരിട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ജയസൂര്യ അവിടെ വന്നു, ആക്ടർ വിനീത് അവിടെ വരുന്ന ക്ലിപ്പുണ്ട്. ഇതൊന്നും ഇവർ നേരിട്ട് കാണുന്നില്ല. ഇവരൊക്കെ കാണുന്നത് ക്യാമറയുടെ ഉള്ളിൽ കൂടിയാണ്. അല്ല, ഇന്നത്തെ കാലത്ത് കാഴ്ച ആൾക്കാർക്ക് പൊതുവേ കുറവാണ്. നേരിട്ട് കാണുന്നേക്കാളും കൂടുതൽ കാണിക്കാനാണ് താല്പര്യം. അത് ആൾക്കാരുടെ മാറിയിട്ടുള്ളൊരു ചിന്താഗതിയാണ്. അപ്പം നമുക്ക് ആദ്യം ജയറാമിലേക്ക് കിടക്കാം. കാരണം ജയറാമിന് വിനയം കുറച്ച് കൂടുതലാണ്, വിനയം കുറച്ച് അഭിനയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന് മുന്നേ മലയാള സിനിമയിലെ ശ്രീനിവാസൻ മരിച്ച സമയത്ത് ജയറാം വന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം പഴി നല്ലവണ്ണം കേട്ടൊരു വ്യക്തിയാണ് ജയറാം. അയാൾക്ക് അയാളുടേതായ എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കാം. കഴിഞ്ഞു പോയ വിഷയമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടാണ് പറയുന്നത്. ശ്രീനിവാസൻ മരിച്ച സമയത്ത് ഇവൻ വന്നില്ല. ഇത്ര കാലം കൂടെ അഭിനയിച്ചിട്ടുള്ള ശ്രീനിവാസൻ മരിച്ച സമയത്ത് വരാത്ത ജയറാം ഇപ്പോൾ സലീം കുമാർ മരിച്ച സമയത്ത് എങ്ങനെ വന്നു, എന്തിനു വന്നു? ഇനി അഥവാ ഇയാൾ വന്നില്ല എന്ന് വിചാരിക്കുക, കണ്ടോ, ശ്രീനിവാസൻ മരിച്ച സമയത്തും വന്നില്ല, സലീം കുമാർ മരിച്ച സമയത്തും വന്നില്ല, വിഷയമായി. അപ്പോൾ അത് അടുത്തത് പരിപാടിച്ച് കൊണ്ടുവരും. കാരണം ഇതാണ് ആൾക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള മെൻറ്റാലിറ്റി. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജയറാം വന്നിട്ടുണ്ട്. ജയറാമിൻ്റെ പ്രതികരണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ഹൈപ്പ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം വെച്ചാൽ അപ്പോഴേ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന കോണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണാം. ഓക്കെ, ഈ ഒരു വിഷയം, ഈ ഒരു റീലാണ് ജയറാമിൻ്റെ വൈറലായിട്ടുള്ളത്. വരുന്ന ശൈലി കൂടി കാണിക്കാം. ജയറാം പൊതുവെ എങ്ങനെയാണ്, അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പുള്ളിപ്പോൾ ഞാൻ ഈ ശബരിമലയിലൊക്കെ ജയറാം നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ അവരുടേതായ മാനറിസംസോ അവരുടേതായ രീതിയിലുള്ള കാണിക്കലും പാടില്ല എന്നുണ്ടോ? കമൻസ് ഇങ്ങനെ കേട്ടോ. സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ലെങ്കിലും ജീവിതത്തിൽ നന്നായി അഭിനയിക്കും. സിനിമയിലും ജയറാമിന് അഭിനയിക്കാൻ അറിയാം. ഇയാൾക്ക് ആരോടും ഒരു ദയവുമില്ല, വെറും സ്വാർത്ഥത മാത്രം. അവസരവാദി വന്നുല്ലേ, മനസ്സിലായോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. ആൾക്കാർക്ക് വിധിക്കാനാണ് താല്പര്യം. ആ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും അവർ തമ്മിലുള്ള ബന്ധം എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല. ഇനി ജയറാം ഈ ഒരു വിഷയത്തിൽ മീഡിയയോട് സംസാരിച്ചൊരു കാര്യം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ നിന്ന് സിനിമയിലെത്തിയവരാണ്. മിമിക്രി എന്ന കലയിലൂടെ വന്നവരാണ്. അദ്ദേഹത്തെക്കാൾ കുറച്ച് മുമ്പ് ഞാൻ എത്തിയെന്ന് മാത്രം. സലീം കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു നിലപാടുള്ള വ്യക്തിയാണ്. തൻ്റെ നിലപാടുകൾ എപ്പോഴും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഏതൊരവസരത്തിലും ഏതൊരു വേദിയിലും അത് തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും നോക്കാതെ ആ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. സിനിമയിൽ ചെയ്തിരുന്നത് കോമഡി വേഷങ്ങളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാഴ്ചപ്പാടുകളും നിലപാടുകളൊക്കെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു. ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്.
സ്റ്റേജുകളിൽ പലതും ഒരുമിച്ച് തിരിച്ചും ഞങ്ങൾ രണ്ടാമതും പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ പറവൂരെത്തിയത് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ സ്വന്തമായി അദ്ദേഹം ഒരു വീട് പണിതപ്പോൾ അതിനുവേണ്ടി വരാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ദേശീയ ബഹുമതി കിട്ടിയപ്പോൾ അതിനും ഞാൻ ഈ പറവൂരെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. മൂന്നാമത് പ്രാവശ്യം ഈ പറവൂരെത്തിയപ്പോൾ അദ്ദേഹം എന്നോടൊപ്പമില്ല. മനസ്സ് തട്ടി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു വിഷയം. ഇതൊക്കെ മേലെ ഒരു പടി മുകളിൽ ആൾക്കാരുടെ സകല സാധനവും സകല വിധിയും എന്താ പറയുക സകല തെറിയും വാങ്ങിക്കൂട്ടുന്നൊരു വ്യക്തിയുണ്ട് സ്ക്രീനിൽ കാണുന്നത്. എന്താണ് സാറ്റ് കളിക്കുവാണോ? സലീം കുമാറിനെ കണ്ട് പൊട്ടിക്കരഞ്ഞ ടിനി ടോം രൂക്ഷമായ സൈബർ ആക്രമണം ഭയങ്കര സ്ട്രോങ് ആയിട്ട്. റീസെൻ്റായിട്ട് അമ്മയിൽ നടന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അൻസിബ റിലേറ്റഡ് വിഷയങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല. ഞാൻ വളരെ ശക്തമായി എതിർത്തതാണ് ടിനി ടോമിനെ ആ ഒരു വിഷയത്തിൽ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇയാളെ അഗെയിൻസ്റ്റായിട്ട് നടക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ സപ്പോർട്ട് ചെയ്യില്ല. ബിക്കോസ് നമുക്കറിയില്ല അയാളുടെ മനസ്സിലെന്താണെന്നുള്ളതും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് അറിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആൾക്കാർ ഒരു നിമിഷത്തെ ചെറിയൊരു സംഭവം കണ്ടിട്ടാണ് ആൾക്കാരെ അളക്കുന്നത്. ബന്ധങ്ങളുടെ വ്യാപ്തിയും അവർ തമ്മിലുള്ള അടുപ്പോ കാര്യങ്ങളോ എന്തൊക്കെയാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ ഒരാൾക്കും അറിയില്ല. ഞാനൊരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ക്ലിപ്പും കൂടി ഇവിടെ പ്ലേ ചെയ്ത് വെക്കാം. അപ്പോൾ എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പൊട്ടിക്കരഞ്ഞു ടിനി ടോം. അത് ഭയങ്കര വിഷയമായി. അൻസിബയുടെ പ്രശ്നത്തിൽ ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണിച്ചിട്ട് ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു മോശമുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഒരു പക്ഷേ എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. നിങ്ങൾ ഇഫ് യു ആർ വെരി ഷുവർ ദാറ്റ് ഇയാൾ കംപ്ലീറ്റ് അഭിനയമാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ തൊട്ടിട്ട് 100% നിങ്ങൾക്ക് ഉറപ്പാണ് ഈ വ്യക്തി അതങ്ങനെയാണ് എന്നാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയൂ. യു ഗോട്ട് ഓൾ ഫ്രീഡം ടു ഡു ഇറ്റ്. പക്ഷേ അനാവശ്യമായിട്ടുള്ള സൈബർ ബുള്ളിങ് അതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യട്ടോ ക്ലിപ്പ്. ഒരു ക്ലിപ്പ് ഇത്. ഇനി രണ്ടാമത്തത്. എനിക്ക് പേഴ്സണലി ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഇയാൾ ആത്മാർത്ഥമായിട്ട് കരയാൻ തന്നെയാണ് കേട്ടോ. അയാൾ അഭിനയൊന്നായിട്ട് എനിക്കൊരു തുള്ളി പോലും ഫീൽ ചെയ്തിട്ടില്ല. ഇനി അടുത്ത ഒരു ക്ലിപ്പ്. ഇതാണ് ആ ഒരു വിഷയം. ഈ ക്ലിപ്പ് കേട്ടോ. ആ ഒപ്പമുള്ള ആൾ ചിരിക്കുന്നുണ്ട്. അതും കൂടി ഇവിടുത്തെ ഡിസ്കഷൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ്. ഇവൻ കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കുന്നവർ ചിരിക്കുന്നു, ഇവൻ എല്ലായിടത്തും അഭിനയിക്കുന്നു. എന്താണ് സാറ്റ് കളിക്കുന്ന? എത്ര വരെ എണ്ണി? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ. നിർത്തിപ്പോടാ. ഓവറാക്കി കുളമായി. ഇവിടെയെങ്കിലും അടിപൊളിയായി അഭിനയിച്ചു പുള്ളി. മലയാള സിനിമയിൽ വെറുതെ അടിഞ്ഞു കൂടിക്കിടക്കുന്ന മൊണ്ണ. ഇത് കാണുന്ന അൻസിബ. ഈ അഭിനയം സിനിമയിലാണെങ്കിൽ കലക്കിയേനെ. ഇവൻ ഊടായിപ്പാണ്. മുഖത്ത് കൈയെടുക്കുന്നില്ല, കാരണം അഭിനയമാണ്, മനസ്സിലാകും. ഇവൻ്റെ കരച്ചിൽ കണ്ടാൽ ഇവർ തമ്മിൽ 500 പടത്തിൽ അഭിനയിച്ച പോലുണ്ടല്ലോ. ഈ ഒരു വിഷയം പറഞ്ഞിട്ടാണ് സലീം കുമാർ ടിനി ടോം എയറിൽ പോയിട്ടുള്ളത്. ഇനി ഇവരുടെ പഴയ ഒരു ഇൻ്റർവ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അതായത് സലീം കുമാർ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് അവിടെ ടിനി ടോം വന്നിട്ടുള്ള ചെറിയൊരു പോർഷൻ കേട്ടോ. സലീം കുമാർ ഭയങ്കര ഫെയിമായി വന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, നമ്മുടെ വീട്ടിൽ വന്നിരുന്ന വീഡിയോ വലിച്ച ആളാണ് ഈ സലീം കുമാർ. മഹാരാജാസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്നു. പ്രായത്തിൽ സീനിയർ ആണെങ്കിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. പക്ഷേ അവിടെ ഒരു ബെഞ്ചുണ്ട്. സലിയപ്പൻ എത്തിയെന്ന് അറിയുന്നത് ഞാൻ ദൂരെ നിന്ന് കാണുമ്പോൾ അവിടെ പോകെ ഇങ്ങനെ കൊണ്ടുപോകും. സലിയപ്പൻ എത്തിയെന്ന് ഒരു വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോൾ എത്താറുണ്ട്. അപ്പൊ അന്ന് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി തുടരുത്. ഇല്ല, പള്ളിയിൽ അച്ഛൻ്റെ കയ്യിൽ കുരിശ് കാണുന്ന പോലെയാണ് വേറെ എന്താ ഈ കാരണം അന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഇച്ചിരി ഗുണ്ടു സലീമേട്ടനായിരുന്നു. ഇപ്പൊ ഡയറ്റിൽ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അവർ തമ്മിൽ ബന്ധമുണ്ട്. അവർ തമ്മിൽ അത്രയും ക്ലോസ് ബന്ധമുള്ളതാണ്. അത് ഈ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കറിയില്ല, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, ഇവർക്ക് കണ്ട് മനസ്സിലായോ. ഇനി 2-3 കാര്യങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ കേരള പോലീസിൻ്റെ കാര്യത്തിൽ കിടക്കാം. ആക്ടർ വിനീത് വരുന്ന ഒരു സീനാണ് ഈ ചടങ്ങുകളിലേക്ക്. പഴയ വിനീത് മണിച്ചിത്രത്താഴിലൊക്കെ ഉണ്ടായത് നമ്മളെ പഴയ
വിനീത് വരുന്ന സമയത്ത് ഷെയ്ക്കൻ്റെ കൊടുക്കാനൊക്കെയാണ് ഓരോരുത്തർ കൈയിട്ടിരുന്നത്. അവൻ്റെ തൊട്ട് തലയിലേക്ക് ഇവിടെ ആരെങ്കിലും മര്യാദയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ടോ? എല്ലാവരുടെ കയ്യിലും ഉള്ളതെന്താ? മൊബൈൽ ഫോണാണ്. കണ്ടോ, ഒരാൾ പോലും നേരെ നോക്കല്ല. ഈ പരിപാടിയാണ് ഒക്കെ അതാ ഇങ്ങനെ. ജയസൂര്യ ഇതേമാതിരി വരുന്നത്. എനിക്കൊന്ന് ജയസൂര്യക്ക് ദേഷ്യം പിടിച്ചു തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ജയസൂര്യ വരുന്ന സമയത്തും ഇതേ അവസ്ഥ കണ്ടോ, ദേഷ്യം പിടിച്ചോ സംശയമുണ്ട്. ഒരാളിൽ ഒക്കെ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ? അപ്പം ആൾക്കാർ ഇത് കണ്ടാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യത്തിലേ ഉള്ളൂ. ആൾക്കാരവിടെ വന്നിരിക്കുന്നത് ഈ ചടങ്ങിലൊന്നും പങ്കെടുക്കാനല്ല. ഇവരവിടെ വന്നിരിക്കുന്നത് അവിടെ വരുന്ന സെലിബ്രിറ്റീസിനെ കാണണം, സെൽഫി എടുക്കണം. ലാസർ പാലേന്ന് വരണം, കൊച്ചിൻ്റെ അപ്പുറം പോകണം എന്നറിയില്ലേ മണിയമ്പിള്ള രാജുവിൻ്റെ സിനിമയിൽ പറഞ്ഞേ. അതേപോലെ തന്നെ മരണാനന്ദ ചടങ്ങൊക്കെ വലിയ ഞങ്ങൾക്ക് വരണം, കുറച്ച് സെലിബ്രിറ്റീസിനെ കാണാം, ഫോട്ടോ എടുക്കണം, റീലിടണം, സ്റ്റാറ്റസ് ഇടണം, വേറൊരു പരിപാടിയില്ല. ഇന്ന് 24 ന്യൂസിൽ വന്നിട്ടുള്ള ഇതാണ്, മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കൊണ്ടു ചെല്ലുന്നവർക്കെതിരെ നടപടി, മുന്നറിയിപ്പുമായി കേരള പോലീസ്. ഇത് എത്രത്തോളം ഇത് അറിയില്ല. കേരള പോലീസിൻ്റെ സൈറ്റിൽ തന്നെയുള്ള കേട്ടോ. 24 ന്യൂസാണ് അവർ പറഞ്ഞത്. ഞാൻ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് കണ്ടില്ല. അവരൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കൂടി പ്ലേ ചെയ്യാം. Wait a minute, he's absolutely smashed that, but hold on, there's a drone in the air. Oh my goodness, the ball has hit the drone. Both are ഈ ഒരു വീഡിയോ ഒരു മിനിറ്റ്. യെസ്, എവിടെയായാലും ക്യാമറ ഉപയോഗം ഔചിത്യപൂർവ്വം മാത്രം. ഇതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കൊണ്ടു ചെല്ലുന്നവർ അറിയാനാണ്. മനുഷ്യൻ്റെ ദുഃഖവും മരണവും നാടിൻ്റെ പ്രതിസന്ധിയും അപകടങ്ങളുമൊക്കെ ചിലർക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ഉപാധികളായി മാറുന്നു. അനാവശ്യ ഇടപെടലുകളും സ്വകാര്യതകളുടെ കടന്നുകയറ്റവും മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങളോടുള്ള സ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസി, മൗലികാവകാശമാണ് എന്നത് ഓർമ്മ വേണം. ഒരാളുടെ അനുമതി ഇല്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുക കാരണമായി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66 ഈ പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച ചിത്രങ്ങളോ വീഡിയോകളോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നും പറഞ്ഞിട്ടാണ് കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വിഷയം റിലേറ്റഡായിട്ട് പറയാനുള്ളത്. ആൾക്കാർക്ക് എന്താ ബോധം വയ്ക്കാറില്ല. പിന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മളെ ഈ പൊന്മുട്ടൊഴുന്ന താറാവിൻ്റെ ഒരു കഥ ഉണ്ടല്ലോ പഴയത്, ഇപ്പോൾ വെറും കഥ പറച്ചിലായി മാറിയില്ല. നമുക്ക് പയ്യെ നമുക്ക് ഈ പൊന്മുട്ടൊഴുന്ന താറാവിനെ കൊല്ലരുത് എന്ന് ജഗദീശേട്ടൻ പറഞ്ഞാൽ സ്ലോലി ആയിക്കഴിഞ്ഞാൽ, ഒരു മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഉണ്ണാം. അതല്ലാതെ ഒരു ദിവസം കൊണ്ട് എല്ലാം കൊണ്ടും ആക്രാന്തമാക്കിയിട്ട് എല്ലാവരുടെ കേസിലും ഞാൻ പറയട്ടെ. അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കേസിലാണെന്നുണ്ടെങ്കിലും പല അനാവശ്യമായിട്ടുള്ള ബോറൻ ക്യാപ്ഷൻസും പരിപാടികളും എഴുതി വിടുന്ന എല്ലാവരും പറയാണ് ഒരുപാട് കാലം നമ്മളിതൊക്കെ ഒരു കാര്യമായിട്ട് കാണുന്നത്, അതൊരു സീരിയസ്ലി ഒരു പ്രൊഫഷനായിട്ട് കണ്ട് അതിൻ്റെ ഒരു എത്തിക്സ് കീപ്പ് ചെയ്ത് മുന്നോട്ട് അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലം പോവാം, ഒരുപാട് കാലം ഞണ്ണാം. അതല്ല ഇതുപോലത്തെ പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോവാം. ഇനി ഇതിൻ്റെ പേരിൽ ഇവർ കേരള പോലീസ് ഇതൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ സംഭവങ്ങൾ പോയി. അത് ഈ അവർ ഉപജീവനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റും പരിപാടികളും വേണം. പിന്നെ അടിയന്തരമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ കല്യാണം അതുപോലത്തെ ചടങ്ങുകളിലൊക്കെ ഡെഫിനറ്റ്ലി അതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. കല്യാണം ചടങ്ങുകളിലൊന്നും ഈ പറഞ്ഞിട്ടുള്ള ക്യാമറകളും അതും സംഭവം കാര്യങ്ങളൊന്നും വിഷയമില്ല. പക്ഷേ മരണം നടക്കുന്നിടത്ത് ശക്തമായ നിയന്ത്രണം വേണം, അതിൽ യാതൊരുവിധ സംശയമില്ല. മീഡിയനെ അങ്ങോട്ട് പെർമിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഒരാളെയും കൂടി ഞാൻ കാണിക്കാം. നേരത്തെ പറഞ്ഞൊരു വ്യക്തി എന്താ സ്ക്രീനിൽ ഫോട്ടോ ആണ് കാണുന്നത്. നിറകണ്ണുകളോടെ എത്തിയപ്പോൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവളുടെ വീഡിയോ എവിടെയെങ്കിലും കാണാനുണ്ടോ നോക്കട്ടെ. യെസ്, ഒരു വീഡിയോ വെക്കണ്ടോ. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ അടുത്ത് കണ്ടോ, ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. കണ്ടാ, ആളെ നടന്ന് തെരയാണ്. ആരോട് ചിരിക്കും? ഇനി അടുത്ത ആരോട് ചിരിക്കും? ഓരോരുത്തർ യുക്തിമാരി എല്ലാ പരിപാടികളും അവരവർ ചെയ്യട്ടെ, അല്ലാതെ ഇപ്പം എന്താ പറയല്ലേ. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.